ഹായ് ഫ്രണ്ട്സ്, റൗണ്ട് ടേബിൾ റിപ്പബ്ലിക്കിന്റെ മറ്റൊരു എഡിഷനിലേക്ക് സ്വാഗതം. മൈ ഇംഗ്ലീഷ് മേ ബി ബ്രോക്കൺ ബട്ട് ദ കോസ് ഐ റെപ്രസെന്റ് നെവർ ഈസ്. ഇതിന്റെ ഈ ഇംഗ്ലീഷ് പ്രസ്താവനയുടെ ഏകദേശ പരിഭാഷ ഇങ്ങനെയാണ്: എൻ്റെ ഇംഗ്ലീഷ് വികലമായിരിക്കാം, പക്ഷേ ഞാൻ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന ഇഷ്യൂ അത് ഒട്ടും ഇറിലവൻ്റ് അല്ല എന്നുള്ളതാണ് ഈ പ്രസ്താവനയുടെ ഏകദേശ മലയാള പരിഭാഷ. ഈ അടുത്ത കാലത്ത് ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന എന്തുകൊണ്ട് കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അറ്റൻഷനിൽ വന്നു എന്നുകൊണ്ടെന്ന് വെച്ചാൽ, ഈ പ്രസ്താവന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ, എക്കാലത്തെയും മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവായി അറിയപ്പെടുന്ന സഖാവ് AK ഗോപാലന്റെ ഒരു പ്രസ്താവനയാണ്. തൻ്റെ ഇംഗ്ലീഷ് ഭാഷയിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രസംഗങ്ങളിലും സംഭാഷണങ്ങളിലുമുള്ള തെറ്റുകളെ ചൂണ്ടിക്കാട്ടി പരിഹസിക്കുന്നവർക്ക് സഖാവ് AKG പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു മറുപടിയാണിത്. ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് വളരെയധികം പബ്ലിക് അറ്റൻഷനിൽ വന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ശ്രീ AA റഹീം, അതായത് സഖാവ് AA റഹീം, DYFIയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡന്റും കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായ ശ്രീ AA റഹീം തൻ്റെ ഒരു സംഭാഷണത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകൾക്ക് മറുപടിയായി അദ്ദേഹം നടത്തിയ ഒരു ന്യായീകരണത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ചെറിയ മോഡിഫിക്കേഷനോടുകൂടി കോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 5-6 ദിവസങ്ങൾക്ക് മുമ്പ് വടക്കൻ ബാംഗ്ലൂരിലെ യലഹങ്ക എന്ന സ്ഥലത്ത് കർണാടകത്തിലെ സർക്കാർ, അതായത് സിദ്ധരാമയ്യ സർക്കാർ നടത്തിയ ബുൾഡോസർ എക്സസൈസിനെ വിമർശിച്ചുകൊണ്ട് ഒരു നൂറുകണക്കിന് ആൾക്കാരെ ഭവനരഹിതരാക്കിയ ഒരു നടപടിയെ വിമർശിച്ചുകൊണ്ട് ആ സ്ഥലം സന്ദർശിച്ച് വിമർശിച്ചുകൊണ്ട് ശ്രീ AA റഹീം നടത്തിയ ഒരു TV പ്രസ്താവനയിൽ, അദ്ദേഹം കൊടുത്ത TV ചാനലുകൾ കൊടുത്ത ഒരു സംഭാഷണത്തിൽ, അതിൽ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്രയധികം ട്രോളുകൾക്ക് വഴിവെച്ചത്. അതിൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് വളരെ വികലമായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. അത് കേട്ടിട്ട് പിന്നെയും കേട്ടിട്ട് മലയാളികളെല്ലാം തലതല്ലിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഒരു സത്യവുമാണ്. അതിൽ പന്ഥഭേദമൊന്നുമില്ല. മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരും BJPക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായവില്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. അത് എന്തുകൊണ്ട് ഇത്രയധികം ചിരിക്കു വക വച്ചു എന്തുകൊണ്ടെന്നാൽ, കാരണം അത് ആ ഭാഷയിലുള്ള ന്യൂനത കൊണ്ട് മാത്രമല്ല, അത് നടത്തിയത് ശ്രീ AA റഹീമിനെ പോലുള്ള ഒരാൾ ആണ് എന്നതുകൊണ്ടുമാണ്. മാത്രമല്ല, അതിനുശേഷം അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും നടത്തിയ ന്യായീകരണം അതിനേക്കാൾ വികലമായിപ്പോയി. അദ്ദേഹത്തിന്റെ ഈ സംഭാഷണത്തെ ന്യായീകരിച്ച് അദ്ദേഹത്തിന്റെ പല സപ്പോർട്ടേഴ്സും AKGയുമായി അദ്ദേഹത്തെ കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ AKG എങ്ങനെ ഈ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു എന്ന് കമ്പയർ ചെയ്ത് പല സ്റ്റേറ്റ്മെന്റും നടത്തിയിട്ടുണ്ട്. എല്ലാവരും അറിയുക, ഇംഗ്ലീഷ് ഭാഷ സഖാവ് AKGയെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടി ആയിരുന്നില്ല. സംശയമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ശ്രീ AK ഗോപാലന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗങ്ങളും ഇംഗ്ലീഷിൽ അദ്ദേഹം കൊടുക്കുന്ന ഇന്റർവ്യൂവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓഫ് കോഴ്സ്, ശശി തരൂരിനെ പോലെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെയോ അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ പോലെയോ മറ്റുള്ളവരെ ഇങ്ങനെയുള്ള ഇംഗ്ലീഷിലൊക്കെ വളരെ അവഗാഹമായ ഗ്രിപ്പുള്ള ആൾക്കാരെ പോലെയൊന്നും പ്രസംഗിക്കുവാൻ AKG കഴിയുമായിരുന്നില്ല. പക്ഷെ വളരെ വ്യക്തമായി, വലിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ക്ലിയറായി താൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെയും ജനകോടികളുടെയും ഇഷ്യൂസ് AK ഗോപാലൻ വളരെ വ്യക്തമായി, വളരെ സുന്ദരമായി തന്നെ പബ്ലിക് അറ്റൻഷനിലും പാർലമെന്റിലും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു സംഗതി, ഇത്രയും വികലമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ശ്രീ AA റഹീമിന്റെ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടുത്തെങ്ങും വിദ്യാഭ്യാസ യോഗ്യത ശ്രീ AKGക്ക് ഇല്ലായിരുന്നു. അദ്ദേഹം, എൻ്റെ അറിവ് വെച്ചിട്ടാണെങ്കിൽ ശരിയാണെങ്കിൽ, അദ്ദേഹം ഇന്റർമീഡിയറ്റിന് ശേഷം ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തായാലും കരിയറിൽ അദ്ദേഹം ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറിന്റെ ലെവൽ വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതേസമയം ഇദ്ദേഹം, ശ്രീ AA റഹീം, ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ MA ഉള്ള ആളാണ്, നിയമത്തിൽ ബിരുദമുള്ള ആളാണ്, ഇപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷും ശ്രീ AKGയുടെ ഇംഗ്ലീഷും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ശ്രീ AKG വളരെ ഫ്ലുവൻ്റായി തന്നെ പാർലമെന്റിൽ സംസാരിക്കുമായിരുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലുമൊക്കെ അദ്ദേഹം വളരെ ഫ്ലുവൻ്റായിട്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള അല്പജ്ഞാനത്തെക്കുറിച്ച്
പറഞ്ഞതായി പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ തന്നെ എടുത്തിട്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇങ്ങനെ പറയപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ ശ്രീ A.K. ഗോപാലൻ ലോക്സഭയിൽ സംസാരിക്കുന്ന ഒരു പ്രസംഗവും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മിസ് ചെയ്യില്ലായിരുന്നു. ഓർക്കുക, 1952 മുതൽ, അതായത് ആദ്യത്തെ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ലോക്സഭ മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ A.K. ഗോപാലൻ. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിര്യാണം വരെ 1971-ലോ 72-ലോ ആണ്. അതുവരെ അദ്ദേഹം കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറി ലോക്സഭയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആളാണ് ശ്രീ A.K. ഗോപാലൻ. ശ്രീ A.A. റഹീമിനെ അദ്ദേഹത്തിന്റെ അടുത്തെങ്ങും കമ്പയർ ചെയ്യുവാൻ പറ്റില്ല. താൻ മത്സരിച്ച ഒരു നിയമസഭാ ഇലക്ഷനിൽ തോറ്റ് അറമ്പറ്റിയ ആളാണ് ശ്രീ A.A. റഹീം. ഇതുകൂടെ കൂട്ടി വായിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിയമം പഠിച്ചവർക്കെല്ലാം അറിയാവുന്ന ഒരു സംഗതിയാണ് A.K. ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള സുപ്രീം കോടതിയുടെ വിധി. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഭരണഘടനാ കേസാണ് A.K. ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസ്. അതിൽ തൻ്റെ ഡീറ്റൻഷനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷൻ, അതിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകനായി കേസ് വാദിച്ചത് പ്രഗത്ഭ അഭിഭാഷകനായിരുന്ന അന്നത്തെ ഏറ്റവും നോട്ടഡ് ആയിട്ടുള്ള സുപ്രീം കോടതി അഭിഭാഷകരിൽ ഒരാളായിരുന്ന ശ്രീ M.K. നമ്പ്യാരാണ്. അദ്ദേഹം ആ കേസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതി അന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് അന്നത്തെ സാമൂഹികപരവും നിയമപരവും ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണം അന്നത്തെ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു വിധി വരിക ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ A.K. ഗോപാലിന്റെ കാര്യം പറയുമ്പോൾ അതിനുശേഷം ആ വിധി വന്നതിന് ശേഷം അദ്ദേഹം ശ്രീ A.K. ഗോപാലൻ മദ്രാസ് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ പുറത്തുവിടുവാനായിട്ട്. ആ കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ ഇംഗ്ലീഷിൽ സ്വയം വാദിച്ചത് ശ്രീ A.K. ഗോപാലൻ തന്നെയായിരുന്നു. അദ്ദേഹം നിയമം പഠിച്ചിട്ടില്ല, അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നുമില്ല. ഒരിക്കലും ശ്രീ A.K. ഗോപാലനോട് ശ്രീ A.A. റഹീമിനെ കമ്പയർ ചെയ്യരുത്. അങ്ങനെ ഒരു പാതകം ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യരുത്. എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് വീഡിയോയുടെ തംബ്നെയിലായി ശ്രീ കപിൽ ദേവിന്റെ ചിത്രം ഞാൻ വെച്ചത്? അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. കാരണം ഇതാണ്, അതായത് ഇന്ന് ശ്രീ A.A. റഹീം ഫേസ് ചെയ്യുന്ന കണക്കുള്ള അതുപോലെയുള്ള ഒരു പ്രശ്നം കരിയറിന്റെ പല സമയത്തും ശ്രീ കപിൽ ദേവ് ഫേസ് ചെയ്തിരുന്നു. അതായത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യമില്ലായ്മ. പക്ഷേ ഇവിടെ A.A. റഹീമും കപിൽ ദേവും തമ്മിലുള്ള വളരെ പ്രകടമായ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, കപിൽ ദേവിന് വളരെ ഉന്നത വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു, ഇംഗ്ലീഷ് ഭാഷയിൽ ഒട്ടുമില്ലായിരുന്നു. പക്ഷേ A.A. റഹീമിന്റെ കാര്യം അതല്ല. അദ്ദേഹം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് റെക്കോർഡ്സ് പ്രകാരം അദ്ദേഹം ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ MA ഉള്ള ആളാണ്, നിയമത്തിൽ ബിരുദമുള്ള ആളാണ്, ഇപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ റിസർച്ച് സ്കോളറായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരാളുമാണ്. ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ഒരാൾ, അതും കേരളത്തിൽ നിന്നുള്ള ഒരാൾ. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭാ അംഗവുമാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷും ഹിന്ദിയും അറിയില്ല എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായ ഒരു സംഗതി തന്നെയാണ്. കപിൽ ദേവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യമില്ലായ്മ അതിന്റെ പേരിൽ പരിഹാസം നേരിട്ടിട്ടുള്ള ആൾ. പക്ഷെ അതിനെയൊക്കെ അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം തന്നെ നേരിടുകയും അദ്ദേഹത്തിന്റെ ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള അറിവില്ലായ്മയെ ഒരു പ്രശ്നമായി കണ്ടിട്ടില്ല. പക്ഷെ ഒരു പബ്ലിക് വേദിയിലും അദ്ദേഹം അതിന്റെ പേരിൽ ഒരു സോറി ഫിഗർ ആയിട്ടുമില്ല. അദ്ദേഹം വളരെ ക്ലിയറായി തന്നെ വളരെ കമ്മ്യൂണിക്കേറ്റീവായി തന്നെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുകയും അതിനായി അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുകയും അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് തന്നെ വളരെ സ്ഫുടമായ ഇംഗ്ലീഷിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ A.A. റഹീമിന്റെ കാര്യം അതല്ല. ഈ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും A.A. റഹീം രാജ്യസഭയിലും ഈ പൊതുവേദികളിലുമൊക്കെ ഒരു സോറി ഫിഗറായി മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്റെ ഭാഷ എന്തു തന്നെ ആയാലും ഞാൻ റേസ് ചെയ്യുന്ന ഇഷ്യൂ റിലവൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള അജ്ഞാനം കൊണ്ട് അദ്ദേഹം റേസ് ചെയ്യുന്ന ഇഷ്യൂ അത് ആർക്കാണെങ്കിലും അങ്ങനെ സംഭവിക്കാം. ഏത് ഇഷ്യൂ ആണെങ്കിലും ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എൻ്റെ ഭാഷ കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിൽ അത് ഒരിക്കലും അത് അർഹിക്കുന്ന റിലവൻസോട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തില്ല, അത് കേൾവിക്കാരിലെത്തില്ല അല്ലെങ്കിൽ കാഴ്ചക്കാരിലെത്തില്ല. അത് വളരെ വ്യക്തമാണ്.
രാജ്യസഭയിലും ഇപ്പോൾ പൊതുവേദികളിലും AR റഹീമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എന്തുകൊണ്ടാണ് AR റഹീം രാജ്യസഭയിലൊക്കെ ഈ ഇംഗ്ലീഷിൽ ഐപാഡും ഒക്കെ പിടിച്ച് ഇങ്ങനെ പ്രസംഗിക്കുവാൻ ശ്രമിക്കുന്നത്? രാജ്യസഭ റൂൾസ് അനുസരിച്ച് അതിന്റെ ലാംഗ്വേജ് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് പ്രൊസീഡിങ്സ് ഒക്കെ ഇംഗ്ലീഷും ഹിന്ദിയും ആണെങ്കിലും അവിടെ നമ്മുടെ ഏത് ഒഫീഷ്യൽ ലാംഗ്വേജിലും ഭരണഘടനാപരമായിട്ടുള്ള ഏത് ഒഫീഷ്യൽ ലാംഗ്വേജിലും സംസാരിക്കാനുള്ള അനുവാദമുണ്ട്. ആരും മലയാളത്തിൽ സംസാരിക്കുന്നതിൽ നിന്ന് ശ്രീ AR റഹീമിനെ പ്രിവെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം എന്തുകൊണ്ട് അവിടെ വളരെ കാര്യമായി തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നില്ല? ആരാണ് അദ്ദേഹത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുവാൻ കമ്പൽ ചെയ്യുന്നത്? എന്തിനാണ് അദ്ദേഹം ഈ ശശി തരൂരിനെയോടും സുരേഷ് ഗോപിയോടും ജോൺ ബ്രിട്ടാസിനോടും ഒക്കെ മത്സരിക്കുവാൻ പോകുന്നത്? അതിന്റെ ആവശ്യമില്ല. അവരൊക്കെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചും കഴിവിനനുസരിച്ചും ഒക്കെ അവരുടെ ഇഷ്യൂസ് അവതരിപ്പിക്കുന്നുണ്ടാവാം. പക്ഷേ ഇദ്ദേഹത്തിന് മലയാളത്തിൽ പറയാം. പക്ഷേ അദ്ദേഹം അതിൽ തുനിയാതെ ഈ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ചെയ്യുവാനായി അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ട വേറൊരു സംഗതി, എന്തുകൊണ്ട് അദ്ദേഹം ഹിന്ദിയിൽ പറയുന്നില്ല? അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദിയും അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇസ്ലാമിക് ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളല്ലേ? അദ്ദേഹത്തിന് ഉറുദു അറിയാമോ? അങ്ങനെയാണെങ്കിൽ ഉറുദുവിലും പറയാം. കാരണം ഉറുദുവിൽ സംസാരിക്കുകയാണെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന് അതും അറിയില്ല എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉറുദു ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ആ ഭാഷയിൽ അദ്ദേഹത്തിന് രാജ്യസഭയിൽ സംസാരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനും അദ്ദേഹം മുതിരുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഹിന്ദിയോ ഇംഗ്ലീഷോ ഉറുദോ ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് മലയാളം അല്ലാതെ വേറൊരു ഭാഷയെ അറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഈ രാജ്യസഭാ MP എന്നുള്ള സ്ഥാനം ഏറ്റെടുത്ത് കേരളത്തെ പ്രതിനിധീകരിക്കാനായി രാജ്യസഭയിൽ പോയത്? ഇത് ഇങ്ങോട്ട് മറുപടി ചോദിക്കുന്നതിന് പകരം ശ്രീ AR റഹീം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനമില്ലായ്മ തീർച്ചയായും ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവായി കണക്കാക്കുവാൻ പറ്റില്ല. പക്ഷേ ഒരു പബ്ലിക് സ്ഫിയറിൽ നിൽക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഒരു നിയമസഭയിലോ രാജ്യസഭയിലോ ലോക്സഭയിലോ ഒക്കെ അംഗമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം എൻ്റെ ഭാഷ തീരെ മോശമാണെങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രവൃത്തികളിൽ കൂടെ നിങ്ങൾക്ക് എന്നെ അസഹ്യം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എടുത്തു കാണിക്കുവാനായി എന്തെങ്കിലും അദ്ദേഹം നേടിയെടുത്ത, അദ്ദേഹം അല്ലെങ്കിൽ ജനതയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കെങ്കിലും എടുത്തു കാണിക്കുവാൻ പറ്റണം. ശ്രീ AR റഹീം ഈ ട്രോളുകൾക്കെല്ലാം മറുപടിയായി അങ്ങനെ എന്തെങ്കിലും, അതായത് താൻ ചെയ്ത എന്തെങ്കിലും വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹം SFIയുടെ തലപ്പത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ DYFIയുടെ ഇപ്പോഴും തലപ്പത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ രാജ്യസഭാ അംഗമായിട്ടും ഒക്കെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗം എന്ന നിലയിലൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, കപിൽ ദേവിനെ പോലെയോ AK ഗോപാലിനെ പോലെയോ ഒക്കെ അവരൊക്കെ അവരുടെ ഭാഷയൊക്കെ എത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ജനങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം കർമ്മമണ്ഡലങ്ങളിൽ പ്രോജ്വല താരങ്ങളായി നിൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അങ്ങനെ എന്തെങ്കിലും തനിക്ക് പറയാനുണ്ടെങ്കിൽ AR റഹീമിന് അതും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ പറ്റും. എന്തായാലും AR റഹീമിന്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞാൻ കപിൽ ദേവിന്റെ ഒരു സ്പീച്ചിന്റെ കുറച്ച് ഭാഗം ഇതിന്റെ യൂട്യൂബിന്റെ ഭാഗമായി ചേർക്കുകയാണ്. നമസ്കാരം. I was the first non-speaking Indian captain who couldn't speak English. And selector was worried, how can we make Kapil Dev captain? I still remember, how can we make Kapil Dev captain? He can't speak English. In my mind I said that, bring a person from Oxford or Cambridge, he will speak, I'll play. Went to Australia, he said, you come here to die. I said, no, I come here to play. My senior, Venkat Raj, once said, no, he's saying, have you come here today? They can't talk in English. Did they tell you that? I said, Oxford में से किसी को बुला लो, उसको कप्तान बना लो हिंदुस्तान का. वो इंग्लिश बोलेगा, मैं क्रिकेट खेलूंगा. Were you told? I want that on record again. Were you told when you were becoming captain that आप English नहीं बोल सकते इसलिए आप कप्तान नहीं बन सकते? No, I think I'll tell you. इसको कप्तान बनाएंगे, ये तो इंग्लिश नहीं बोल सकता. तो मैंने कहा ऑक्सफोर्ड से किसी को बुलाओ. जब मेरे से बात पहुंची, आई सेड ऑक्सफोर्ड से किसी को बुलाओ. ये कंट्री थोड़ा सा पागल हो गई है कि इनको इंग्लिश का जुनून है. I said English is a language which you learn and you can express yourself.
But the important is, do you know your own language which you learn? And one person wrote, he speak like Punjabi accent. I said, मैं ऑक्सफोर्ड से नहीं आया हूँ भाई, मैं पंजाब से आया हूँ, तो मेरा पंजाबी accent होगा ना. And here, some of the English speaking people, they just take a plane to America and come back. You know how it has happened? It's exactly what we want. So, एक बार, once you go to London and have a coffee in New York and your toys start. You know how it has happened. But I just come back from America. But Paji, the more, do you think